And a big thanks to all my എന്താ പറയേണ്ടത്, ഇതൊക്കെ താങ്ക്സ് പറയേണ്ട ഒരു സമയമല്ല. എന്നാലും അവർ ഡയറക്ടർ, അവർ കൊളീഗ്സ്, അവർ പ്രൊഡ്യൂസർ ആൻഡ് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വലിയ താങ്ക്സ് ഞങ്ങൾ പറയേണ്ടത് ഫോർ അക്സെപ്റ്റിംഗ് us, for engaging us for the last 47 years of cinema. And അതിനൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കാം. നിങ്ങളല്ല, നിങ്ങളുടെ അച്ഛൻ, അമ്മ, അവരുടെ അച്ഛൻ, അമ്മ, അങ്ങനെ ഒരു വലിയ ലെഗസി ഉണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച് ആൻഡ് വിഷിംഗ് ഓൾ വണ്ടർഫുൾ നൈറ്റ്. നാളെ പോയി സിനിമ കാണും പിള്ളേരെ. ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. യെസ്, ഈ ഒരു മാസ് നിങ്ങൾക്കുള്ളിൽ ശക്തിയുണ്ടെങ്കിൽ ഒരുപാട് സൗന്ദര്യമുള്ള മുഹൂർത്തങ്ങൾ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്ന എമ്പുരാൻ സിനിമയുടെ ഈ ടീം. സോ യെസ്, സേ നോ ടു ഡ്രഗ്സ്, ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. Life and yourself is more valuable than that. But first and foremost, thank you so much to Manorama Online and Jain University. ഇതുപോലെ മഹത്തായ ഒരു കോസിന്റെ ഭാഗമാകാൻ ഞങ്ങളുടെ ഈ സിനിമയുടെ ടീമിന് ഒരു അവസരം തന്നതിന്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ ഞങ്ങളുടെ ഒരു കൊച്ചു സിനിമ റിലീസാവുന്നുണ്ട്. തിയേറ്ററിൽ പോയി സിനിമ ദയവായി കാണണം. ഒരു വലിയ സ്വപ്നമാണ് നാളെ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് ഈ റിലീസിലൂടെ. ഒരു പക്ഷേ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ വലിയ ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമായി തീർന്നേക്കാവുന്ന ഒരു എഫേർട്ട് ഈ സിനിമയുടെ പിന്നിലുണ്ട്. അപ്പൊ നാളെ ഈ സിനിമ ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാവുകയാണെങ്കിൽ, ഒരുപാട് വാതിലുകൾ, ഒരുപാട് പുതിയ വഴികൾ മലയാള സിനിമയ്ക്ക് മുമ്പ് തുറന്നേക്കാം എന്നൊരു പ്രത്യാശയിലാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങനെയൊക്കെ സംഭവിച്ച് നാളെ നിങ്ങൾ കാണുന്ന സിനിമ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളൊരു വലിയ സിനിമ എടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഞങ്ങളെല്ലാരും നാളെ കാണാൻ പോകുന്നത് കൊച്ചു സിനിമ. ഇനി ഹിറ്റായാൽ പിന്നെ വലിയ സിനിമ. ഇതൊക്കെ ചെറുതാണോ? രാജുവിന് ചെറുതാണ്, നമുക്ക് ചെറുതല്ല. അല്ല, അങ്ങനെ വരുമ്പോ രാജുവിന്റെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ നമ്മൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് we have asked all of them to give us some questions for you. അപ്പൊ അവര് തന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിൽ കണ്ടതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ചോദ്യം അതിൽ പറയുന്നതാണ്, അതായത് ഇനി ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വലിയൊരു പ്രൊമോഷൻ ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും അധികം സഞ്ചരിച്ച് പ്രൊമോഷൻ ചെയ്യുന്നത് എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് എന്താണ് പുറത്ത്, കേരളത്തിന് പുറത്ത്? ഇല്ല, ഞങ്ങൾ ഈ സിനിമയെ ഒരാഴ്ച മാത്രമേ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ച മാത്രമാണ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 2019 റിലീസായ ലൂസിഫർ അതിന്റെ തിയേറ്ററിക്കൽ റൺ കഴിഞ്ഞതിന് ശേഷവും കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ പല വ്യൂയിങ് പ്ലാറ്റ്ഫോംസിലൂടെയും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ അതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ സിനിമയുടെ ഒരു സക്സസ് തന്നെയാണ് ഈ സിനിമയെ കുറിച്ചുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞങ്ങൾ എവിടെ പോയി സംസാരിച്ചാലും എല്ലാവരും തിരിച്ചറിഞ്ഞൊരു കാര്യം, ഇതൊരു ഇൻഡസ്ട്രി ഒട്ടാകെ ഒരു വലിയ അറ്റംപ്റ്റ് നടത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പൊന്നും സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു സ്കെയിലിൽ, ഒരു ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യാൻ ഒരു ധൈര്യം കാണിച്ചൊരു നിർമ്മാതാവും ഒരു ടീമും, ഓഫ്കോഴ്സ് കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഇറ്റ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗോപാലൻ സാറും ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത തരത്തിലൊരു സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഇല്ലസ്ട്രിയസ്, ഇത്രയും വലിയ ഹെറിറ്റേജുള്ള ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി അറ്റംപ്റ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു സ്നേഹം എല്ലായിടത്തും ഞങ്ങൾക്ക് കിട്ടി. സോ മേ ബി ദാറ്റ്സ് വൈ. ആൻഡ് ഓൾസോ എനിക്ക് തോന്നിയിട്ടുള്ളത്, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടും ഇതുപോലെ ചർച്ചയാകാനുള്ള ഏറ്റവും വലിയ കാരണം മലയാളികൾ തന്നെയാണ്. മലയാളികളുടെ ഈ സിനിമയോടുള്ള സ്നേഹവും ആവേശവും തന്നെയാണ് ഇതുപോലൊരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ, ലോകമെമ്പാടുമുള്ള മലയാളി ഡയസ്പോറയുടെ ഇടയിൽ ഒരു സിനിമ ഇത്രയും വലിയ ചർച്ചാ വിഷയമാകുന്നു എന്നത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സംസാരം. സോ താങ്ക് യു ഓൾ ഫോർ ഇറ്റ്. നിങ്ങൾക്കാണ് നന്ദി പറയേണ്ടത്. തീർച്ചയായിട്ടും അൺഡൗട്ടഡ്ലി നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ആക്ച്വലി എ ഗേറ്റ് ഓപ്പണർ ഫോർ ദ ഇൻഡസ്ട്രി ആസ് വെൽ. ആൻഡ് ഇതിൽ കണ്ട മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഇപ്പോ അഞ്ജനം പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഈ കൊച്ചു പടത്തിന് വേണ്ടിയിട്ട് ചോദിച്ച ഏറ്റവും വില കൂടിയ കാര്യം എന്തായിരുന്നു? ഇവിടെ ആന്റണി ചേട്ടന്റെ അടുത്ത് ചോദിച്ച ഏറ്റവും വില കൂടിയ കാര്യം മോഹൻലാൽ എന്ന നടന്റെ സമയം. ഓക്കെ, നമുക്ക് ഒന്ന് മൈക്ക് ഇവിടേക്ക് എത്തണം.
ഈ കൊച്ചു സിനിമ എന്ന് പറഞ്ഞു. അത് കൊച്ചു സിനിമ പൃഥ്വിരാജനായിരുന്നു എന്ന് പറഞ്ഞു, എനിക്ക് കൊച്ചു സിനിമ അല്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു വലിയ ചരിത്രമുണ്ട് ഇവിടെ. അതായത് 25 വർഷം ആശീർവാദ് സിനിമാസ്. അന്ന് നരസിംഹം ഇറങ്ങുമ്പോ ഒരുപാട് റെക്കോർഡുകൾ തകർത്തു ആ ഒരു സിനിമ. ആൻഡ് ഇന്ന് തിരിച്ചു വരുമ്പോ ഇനി ഒരുപാട് റെക്കോർഡുകളൊക്കെ തകർക്കാൻ കിടക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴേ കുറെ റെക്കോർഡുകൾ തകർത്ത് കഴിഞ്ഞു. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം ചേട്ടാ? അല്ല, ഇത് നരസിംഹം റെക്കോർഡുകൾ തകർത്തു. 25 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ കണ്ട ഒരു സ്വപ്നമുണ്ട്. ഞങ്ങൾ ശരിക്കും സിനിമയിൽ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ യാത്രയാണത്. അപ്പോൾ ആ യാത്ര ദൈവം നമുക്ക് ഒരുപാട് ഭാഗ്യം തരുന്നു. നിങ്ങൾ പ്രേക്ഷകരുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്. അതിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. അതിലൂടെയാണ് റെക്കോർഡുകൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് മുൻപോട്ടും ഈ സിനിമയിലൂടെ തന്നെ എല്ലാം അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രയത്നം. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ചടങ്ങിൽ വന്ന് പങ്കെടുത്ത് ഇങ്ങനെ ഒരു ഗുഡ് കോസിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ. താങ്ക്സ് ടു മനോരമ ഓൺലൈൻ ആൻഡ് ജെയിൻ യൂണിവേഴ്സിറ്റി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഗോവർദ്ധന്റെ അടുത്ത ലൈവിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പുതിയ കുറേ രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിന് മേ ബി ഇപ്പോൾ 10 മണിയായി, 6 മണിക്കാണ് ആദ്യത്തെ ഷോ. ഞങ്ങൾ എല്ലാവരും രാവിലെ സിനിമ കാണാൻ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ലൈവ് സ്ക്രീനിൽ കാണാൻ ഞങ്ങൾക്ക് ഇനി ഏകദേശം ഒരു 9 മണിക്കൂറൊക്കെ ബാക്കിയുള്ളൂ. ഇവിടെ കൊച്ചിക്ക് വേണ്ടി നമുക്ക് 9 മണിക്കൂർ മുമ്പ് ഒരു ചെറിയ ലൈവ് പോകാൻ പറ്റുമോ? ആ ഒരു ഡയലോഗ് അതിപ്പോ കുറച്ച് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്താൽ ആ ഡയലോഗ്സ് കേൾക്കാമല്ലോ. നമുക്കൊന്ന് കേൾക്കണ്ടേ? ലൈവ് ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റാത്ത ചില രഹസ്യങ്ങളാണ് ലൈവിലുള്ളത്. അതുകൊണ്ട് ഇപ്പൊ അത് പറ്റില്ല. നാളെ രാവിലെ പറ്റും. ഒരു രക്ഷയില്ല, പിടിച്ചിട്ട് കിട്ടണില്ല. സോ എനിവേ, താങ്ക്സ് ലോട്ട്. ആൻഡ് ഇപ്പോ ഡയലോഗിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ ലൂസിഫറിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഒരു ഡയലോഗിൽ, ഇതുപോലെ ഒരു ക്രൗഡിന്റെ മുമ്പിൽ നിന്ന് പറയുന്ന ഒരു ഡയലോഗില് ചുമ്മാ വേറെ ലെവലെന്ന് നമ്മൾ പറയില്ലേ, ഇവിടെ മലയാളികളുടെ സ്വന്തം സൂപ്പർ ഹീറോ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുമെങ്കിലും ആ സിനിമയിൽ കൊണ്ടുവന്ന ആ ഒരു ഗ്രേ ആൻഡ് വൈറ്റ്, ആ ഒരു പെപ്പർ വൈറ്റ് ലുക്കിൽ പോലും യു ആർ ലൈക്ക് സിംപ്ലി അമേസിംഗ്. ആൻഡ് നമുക്ക് നമ്മുടെ സ്വന്തം, അല്ലെങ്കിൽ കേരളത്തിന്റെ തരുണി മണികളുടെ സ്വന്തം ടൊവിനോ തോമസ്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ തരുണി മണികൾക്ക് മാത്രം എഴുതി കൊടുക്കരുത്, വേറെ എന്നെ ഇഷ്ടപ്പെടുന്ന വേറെ ആൾക്കാരുണ്ടെന്നാണ് എനിക്ക്. ഒരുപാട് സന്തോഷം ഇന്നിവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. ഈ ഒരു സ്നേഹവും ഈ ഒരു ആവേശവും നേരിട്ട് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നതിൽ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് നമ്മളുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയിൽ എന്നെ ഭാഗമാക്കിയതിന് രാജുവേട്ട, മുരളിച്ചേട്ട, ആന്റണി ചേട്ട, ലാലേട്ട, എല്ലാവർക്കും നന്ദി. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഇന്ദിരേട്ടന്റെ, മഞ്ജുച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, വേറെയും ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കാസ്റ്റിംഗ് ക്രൂ ഗംഭീര കാസ്റ്റിംഗ് ക്രൂ ആയിരുന്നു. എന്നെയും ഇതിന്റെ ഭാഗമാക്കിയതിന് ഒരുപാട് സന്തോഷം, നന്ദി. ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. 10 മണിയായി. ഇനി രാവിലെ 6 മണിക്കാണ് ഫസ്റ്റ് ഷോ. ആരും ഉറക്കം കളയരുത്, നന്നായി ഉറങ്ങണം. എന്നാലാണ് നാളെ രാവിലെ പടം ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടുന്ന് പോയാലും ഫോണിൽ കുത്തിക്കളിച്ച് സമയം കളയരുത്, സുഖമായി കിടന്ന് ഉറങ്ങണം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പടം കാണാൻ വരണം. ഒരുപാട് സന്തോഷം. താങ്ക് യു ഓൾ, ലവ് യു സോ മച്ച്. പിന്നെ ജീവിതമാണ് ലഹരി എന്ന് ഒന്നുകൂടെ നമ്മളെയൊക്കെ ഓർമ്മിപ്പിച്ച ഈ ഒരു ഇനീഷ്യേറ്റീവിനും ഒരുപാട് അഭിനന്ദനങ്ങൾ. അത് അനുകരണീയമാണ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഇത്രയും സ്നേഹത്തോടു കൂടി നമ്മുടെ അമ്മ പോലും നമ്മൾ ഉപദേശിക്കില്ല, അത്ര സ്നേഹമായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇവിടുന്ന് കേട്ടൊരു ചോദ്യമുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ ഒരു ചോദ്യം അല്ലേ, ആ ഒരു ചെറിയ കോട്ടിന്റെ കഥ അല്ലെ, വില്ലനാണോ എന്നുള്ളതാണ് ഞാനിപ്പോ അവിടുന്ന് കേട്ട ചോദ്യം. ഇവനെ കണ്ട നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അല്ല, ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സ്നേഹത്തോടു കൂടി ഉപദേശിച്ചിട്ടും വില്ലനാണെന്ന് എനിക്ക് തോന്നിയല്ലോ അല്ലെ. പക്ഷെ ചങ്ക് കുറച്ച് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയും അല്ലെ.
ടോയ്, ഇപ്പൊ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഒരു ചെറിയ ഉപദേശം കഴിഞ്ഞു. പക്ഷെ when we're talking about ഈ ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിൻ ആൻഡ് യുണൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഇറ്റ്, എനിക്ക് തോന്നുന്നു എല്ലാവരും സിനിമയിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ടു ദ പീപ്പിൾ ടു ലുക്ക് ഫോർവേഡ് ടു, അതിൽ എപ്പോഴും ഫിറ്റ്നസിനെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്, സ്റ്റാൻഡിങ് അവേ ഫ്രം ഓൾ ദീസ് ഡ്രഗ്സ് ആൻഡ് ഓൾ. പറഞ്ഞത് നമുക്ക് ഈ ഇങ്ങനെയുള്ള ലഹരികളുടെ ആവശ്യമില്ല, അത് ജീവിതം തന്നെയാണ് ലഹരി. ജീവിതത്തിൽ നമ്മുടെ ആ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആനന്ദം നൽകുന്ന, ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യവും. അത് പ്രത്യേകിച്ച് ഈയിടെയായിട്ട് നമ്മൾ പല വാർത്തകളും കണ്ടു സിന്തറ്റിക് ലഹരിയെ പറ്റി. അത് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്നതാണ്. അത് ഇപ്പോൾ അതിന് എതിരെയുള്ള ഇതുപോലുള്ള ഇനീഷ്യേറ്റീവ്സും പോലീസിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെയും ഭാഗത്തുനിന്നും നടക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അത് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളോടെ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക്സ് ലോട്ട്. ഇപ്പോ എല്ലാവരും ഉറക്കം കളയാണ്ട് തിയേറ്ററിൽ എത്തണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു സംശയം, ടു ദ ഗ്യാദറിംഗ്. നേരം വൈകിയെന്നറിയാം. എല്ലാവരും വളരെ മനോഹരമായിട്ട് ഇവിടെ സംസാരിച്ചു. ആ പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു മൂവ്മെന്റിന് മുൻകൈ എടുക്കുന്ന മനോരമ ഓൺലൈനും ജെയിൻ യൂണിവേഴ്സിറ്റിക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ആദ്യം തന്നെ ഇവിടുത്തെ ബ്രില്യന്റ് ഡ്രോൺ ഷോ ഡിസ്പ്ലേ ചെയ്ത ഡ്രോൺ ഓപ്പറേറ്റിംഗ് ടീമിനും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇന്ന് ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചത് എമ്പുരാൻ എന്ന വലിയ ഒരു ഭാഗ്യത്തിന്റെ പേരിലാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതിന് രാജുവിനോടും ശ്രീ മുരളി ഗോപിയോടും ആന്റണി ചേട്ടനോടും ഗോകുലം ഗോപാലൻ സാറിനോടും സർവോപരി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടനോടും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളെല്ലാവർക്കും ഇനി ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയം, ഒരു മുഹൂർത്തമാണിത്. നിങ്ങളെല്ലാവരും നാളെ സിനിമ കാണണം, ആസ്വദിക്കണം, ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. തീർച്ചയായിട്ടും